ഈ വാരം കൊല്ലങ്കോട് കാച്ചാങ്കുരിശിൽ നിന്നുമാണ് നമുക്ക് എഴുത്ത് വന്നിരിക്കുന്നത്. പ്രശാന്തിൻ്റെയാണ് ജാതകം കിട്ടിയിരിക്കുന്നത്. പ്രശാന്ത് ഡിഗ്രി വരെ പഠിച്ചു. വീണ്ടും പഠിക്കുവാൻ ആഗ്രഹമുണ്ട്. സാഹചര്യവശാൽ ഇപ്പോൾ പഠിപ്പ് മുടങ്ങിയിരിക്കുന്നു. തുടർന്ന് പഠിക്കുവാൻ യോഗമുണ്ടോ, നല്ലൊരു ജോലി കിട്ടുവാൻ യോഗമുണ്ടോ എന്നെല്ലാം അറിയുവാൻ ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 1992 ജൂലൈ മാസം 21-ാം തീയതി വൈകുന്നേരം 4:10 രേവതി നക്ഷത്രത്തിലായാണ് പ്രശാന്തിൻ്റെ ജനനം. ജാതക പ്രകാരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായ സമയം കേതുദശാകാലം കഴിഞ്ഞിട്ട് ശുക്രൻ്റെ ദശാകാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2014 ഓഗസ്റ്റ് മാസം 27-ാം തീയതി മുതൽക്കായിട്ട് ശുക്രൻ്റെ ദശാകാലം പൊതുവെ ആരംഭമായി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ശുക്രൻ്റെ ദശാകാലം 20 വർഷത്തോളമുള്ളതായിരിക്കുന്ന കാലഘട്ടം ശുക്രദശാകാലമായിട്ടാണ് പൊതുവെ പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന സമയം പ്രശാന്തിൻ്റെ ജാതകപ്രകാരം ഇത്തിരി ദോഷപ്രദമായിരിക്കുന്ന സമയമായിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിന് മുമ്പ് ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഒരു 7 വർഷത്തോളമുള്ളൊരു സമയം കേതുദശ എന്നുള്ളതായിരിക്കുന്ന ഒരു ദോഷ സമയമായിരുന്നു. കേതുർദശായാം ഹരിചോരഭൂപൈഹി പീഡാഞ്ജശസ്ത്രക്ഷതി ഉഷ്ണരോഗം എന്നുള്ള പ്രമാണപ്രകാരമെല്ലാം തന്നെ കേതുവിൻ്റെ ദശാകാലത്തിൽ ഒരുപാട് അനിഷ്ടതകൾ അനുഭവമാകണം എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലഗ്നാൽ അഷ്ടമത്തിൽ ദോഷസ്ഥാനത്തിൽ ആയുർദോഷസ്ഥാനത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന ആ കേതുവിൻ്റെ ദശാകാലത്തിൽ പൊതുവെ ആയുസ്സിന് വരെ ദോഷം വരുത്തുന്ന സംഗതികൾ ഉണ്ടാകാമെന്നുണ്ടായിരുന്നു. ശരീരത്തിന് മുറിവ് ചതവുകളെല്ലാം തന്നെ പറ്റുവാനും ആക്സിഡൻ്റ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ആയുർദോഷ ഹേതുവായിരിക്കുന്ന സമയമോശങ്ങളായിരുന്നു മുൻപ് കഴിഞ്ഞു പോയിരുന്നതായ സമയം. ആ ദോഷങ്ങളെല്ലാം പൊതുവെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടകശനി, അഷ്ടമശനി മുതലായുള്ള ചാരവശാലുള്ളതായിരിക്കുന്ന ശനിപ്പഴ സമയദോഷം ഉണ്ടായിരുന്നു. അത് നവംബർ മാസം 2-ാം തീയതിയോട് കൂടിയിട്ട് തന്നെ അവസാനിച്ചിട്ടുണ്ട്. ചാരവശാലുള്ള ശനിയുടെ 9-ാം ഭാവത്തിലേക്കുള്ള മാറ്റം ഒരുപാട് ഗുണം ചെയ്യുന്നൊരു സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രശാന്തിന് ജാതകവശാല് സൂര്യനും ബുധനും കൂടിയിട്ട് ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ നിപുണ യോഗം എന്നുള്ളൊരു ഭാഗ്യയോഗം പൊതുവെ പറയുന്നുണ്ട്. ദി കീർത്തി സൗഖ്യ അന്യുതഹ എന്നാ പറയുക. ബുദ്ധിയും കീർത്തിയും സൗഖ്യവും ബുദ്ധി ഉണ്ടാകണം എന്നുള്ളൊരു യോഗ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് ഗുണങ്ങളെല്ലാം തന്നെ വരണം എന്നുള്ളൊരു യോഗം ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ ആ 7 വർഷത്തിൻ്റെ ഒരു കാലഘട്ടം വിദ്യാഭ്യാസപരമായിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെ തടസ്സങ്ങൾ വരുത്തിക്കുന്നൊരു സമയകാലഘട്ടമായിരുന്നു. അതായിരുന്നു വിദ്യാഭ്യാസത്തിന് മുടക്കങ്ങളും പ്രയാസങ്ങളും ഒക്കെ തന്നെ പ്രധാനമായിട്ടും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായ ശുക്രൻ്റെ ദശാകാലം ഒരുപാട് ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യാൻ പ്രാപ്തിയുള്ളൊരു ഗ്രഹമായിട്ടാണ് ശുക്രൻ പൊതുവെ പ്രധാനമായിട്ടും ജാതകവശാൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ശുക്രൻ്റെ ദശാകാലത്തിൽ ജോലിപരമായിരിക്കുന്ന മുന്നേറ്റങ്ങൾക്കെല്ലാം തന്നെ കൂടുതലായിരിക്കുന്ന ഒരു സാധ്യത പൊതുവെ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിരിക്കുന്ന കാര്യത്തിന് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുതൽക്കായിട്ട് ശുക്രൻ്റെ ദശാകാലം ആരംഭിച്ചത് മുതൽക്കായിട്ട് കുറച്ചൊരു അനുകൂലമായിരിക്കുന്ന ഒരു യോഗം പൊതുവെ കാണുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പോൾ തടസ്സങ്ങളൊന്നും തന്നെ വിദ്യാഭ്യാസത്തിന് പൊതുവെ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നില്ല. ജോലിപരമായിരിക്കുന്ന കാര്യത്തിലും നല്ല ഗുണകരമായിരിക്കുന്ന ഒരു സമയമായിട്ടാണ് പൊതുവെ പറഞ്ഞിരിക്കുന്നത്. ഇനിയുള്ളതായിരിക്കുന്ന 20 വർഷത്തോളമുള്ളതായിരിക്കുന്ന കാലഘട്ടം നല്ലൊരു സമയമായിട്ടാണ് പൊതുവെ പറയാം. പരമാവധി അത് പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഭാഗ്യസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ശുക്രൻ പൊതുവെ നിൽക്കുന്നത്. അതൊരുപാട് തൊഴിൽ സ്ഥാനാധിപനായിരിക്കുന്ന ബുധനുമായിട്ട് യോഗം ചേർന്നിട്ടാണ് ആ ശുക്രൻ്റെ സ്ഥിതിവിശേഷം നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ആ ഒരു സമയകാലഘട്ടത്തിൽ ഉദ്യോഗപരമായിരിക്കുന്ന ഭാഗ്യങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ പൊതുവെ വരണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് ചരരാശിയിലെല്ലാം ആയതുകൊണ്ട് സഞ്ചാരപരമായിട്ട് വിദേശ സംബന്ധമായിട്ടുള്ളതായിരിക്കുന്ന ജോലി അനുഷ്ഠിക്കാനുള്ളൊരു യോഗം കൂടിയിട്ട് പറയുന്നുണ്ട്. അതിനെല്ലാം തന്നെ മുൻപിലായിട്ട് മുടങ്ങിപ്പോയ ആ വിദ്യാഭ്യാസം ഒന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുന്നതാകും കൂടുതൽ ഉചിതം.